ശിവമോളെ എന്നാടി ഒരു മിസ് കോള് കണ്ടേ? അപ്പൻ അപ്പൻ പോയേച്ചി. ഒന്നിങ്ങോട്ട് വന്നേ. ശരിയടാ. അവളെത്തിയില്ലേ ജിൻസി? വരുന്നുണ്ട് അമ്മച്ചി. ആൻസി എത്തിയില്ലേ? എനിക്കറിയില്ല അമ്മച്ചി. അപ്പൊ കാര്യങ്ങളൊക്കെ എങ്ങനെയാ? അച്ഛനെന്താ താമസിക്കണേ? അച്ഛൻ വേറെ എവിടെയോ കയറിയിരിക്കുക. വരാന്ന് പറഞ്ഞു. അപ്പനെ ഇങ്ങനെയാണ് നടക്കണത്? എനിക്കൊന്നും അറിയുന്നില്ല അമ്മച്ചി. ഒന്നും എന്താ പ്രശ്നം പറ്റിയെന്നാ പറഞ്ഞിട്ട് അറ്റാക്കാണെന്ന് പറയണത്. മോനെ, നീ അവിടെ ഒച്ചയൊന്നും ഉണ്ടാക്കരുത് കേട്ടോ. ചേച്ചി ചേച്ചി ഉള്ളിലോട്ടോ, ഉള്ളിലോട്ടോ, ഉള്ളിലോട്ടോ വാ. റോയിച്ചൻ്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വരുന്നുണ്ടോ? അപ്പൻ്റെ കാര്യം അറിഞ്ഞപ്പോൾ ഞാനിങ്ങ് പോന്നായിരുന്നു. റോയിച്ചൻ പറയുമായിരിക്കും ആരെങ്കിലും വരും. ഡീ, അപ്പം മരിക്കുമ്പോൾ നീ അല്ലേ കൂടെ ഉണ്ടായിരുന്നു? എന്തേലും പറഞ്ഞായിരുന്നോ? എൻ്റെ പൊന്നേച്ചി, അപ്പൻ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. ആ, നിന്റെ ആൻസിയമ്മച്ചി വരുമല്ല. അവക്ക് പിടിച്ചില്ല. അളിയ, കല്ലറയിൽ പേരെഴുതുന്ന കാര്യം എന്തായി? അതൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല റോജ. പൈസയുടെ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഈ റോയിച്ചനോട് പറയണം അളിയ, ഞാനുണ്ടാവും. മതി മതി മതി. ആ ക്ലാസ് ഒക്കെ ഒന്നിട്ട് മാറ്റാൻ മരിച്ച വീട്ടിൽ വന്നിട്ട് കേൾക്കാം. ഈ സാധനം എടുത്തേ. പൂവർ ഫാമിലിയാന്ന് തോന്നുന്നു. ഭയങ്കര ശോകം. മരിച്ച വീടല്ലേ, കല്യാണം ഒന്നുമല്ലല്ലോ. നീ തുറക്കടാ, തുറക്കടാ. നിക്കി എന്ത് പരിപാടി? മെല്ലൊക്കെ മതി. നാപടി വേഗം വാടക ചെയ്തിട്ട് വേറെ പരിപാടികളാണ്. എടാ എടാ, അവളെത്തൂലേ? വരാതിരിക്കില്ല. അവളല്ലേ ഇതൊക്കെ നോക്കേണ്ടതും കൈകാര്യം ചെയ്യേണ്ടത്. ഇന്നെന്തേലൊക്കെ നടക്കൂട്ടാ. ആ, വരട്ടെ, കാണാം. അതെ 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 അതെ. കുറച്ച് ലേറ്റായി പോയി, വേറെ വർക്ക് ഉണ്ടായിരുന്നു. ഇപ്പം തീർത്തേക്കാം. ടി വി കാഴ്ച മിണ്ടരുത്. നോട്ടുകാരി വെക്കും. മിണ്ടരുത് കേട്ടല്ലോ. നീ വീട്ടിൽ പോയി കണ്ടാൽ മതി കേട്ടാ. പോട്ടേച്ചി, ചെറിയ പയ്യനല്ലേ. നേരം നീ വന്നേ, അതോട്ട് വന്നേ. എന്നടി ഞാൻ 10 മാസമായപ്പോൾ അപ്പം വാങ്ങി തന്ന ഫോണ്. പിന്നീട് ഞാൻ ഫോണൊക്കെ മാറ്റി. പിന്നീട് അങ്ങോട്ട് അപ്പനായി ഫോൺ ഉപയോഗിക്കാറ്. നമ്മുടെ അപ്പനങ്ങനെ എല്ലാത്തിനോടും വല്ലാത്ത അറ്റാച്ച്മെൻറ്റ്സ് ഒന്നും അങ്ങ് കളയത്തില്ല. അപ്പൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു നമ്മൾ 3 മക്കളും അപ്പൻ്റെ ഒപ്പം ഈ വീട്ടിൽ നിൽക്കുന്നത്. അപ്പൻ എങ്ങും പോയിട്ടില്ലടി. അപ്പൻ ഇവിടെ തന്നെ ഉണ്ട്, എങ്ങും പോയിട്ടില്ല.
കുറച്ച് വെള്ളം കെടുത്തടി. അതെ, മരിപ്പിനാണെങ്കിലും കെട്ടിനാണെങ്കിലേ ഇവിടുത്തെ ചെലവ് മുഴുവനും ഞാനാ നോക്കുന്നേ. ഇപ്പൊ അപ്പം മരിച്ചിട്ട് ഞാൻ തന്നെ നോക്കണോ? ഇവിടെ വേറൊരുത്തനുണ്ടല്ലോ, ജിൻസൺ. അവനെവിടെ? അവനോട് നോക്കാൻ പറ. ഓ, ഇവിടെ ഉണ്ടായിരുന്നോ? ആ അല്ല, ഇത് എപ്പോഴും സംഭവിച്ചേ? ഇന്ന് രാവിലെ. ഞാൻ ഇന്നലെ വരെ കണ്ടേ ഉള്ളൂ. ഒന്ന് പോയിട്ട് വരാം അവിടെ. ഓ, ഇതാ പുതിയ നമ്പർ. നീ ഓക്കെ അല്ലേ? നീ ഇന്നലെ വിളിച്ചപ്പോൾ ഒന്നും പറഞ്ഞില്ലല്ലോ എൻ്റെ അടുത്ത്. പെട്ടെന്നാ രാത്രിയപ്പന് വയ്യാണ്ടായത്, അതുകൊണ്ടാ ഒന്നും പറയാൻ. നീ വല്ലതും കഴിച്ചായിരുന്നോ? എല്ലാവരും എത്തിയിട്ടുണ്ടല്ലോ. ഇന്ന് വന്നു. ആൻസിയമ്മ എപ്പം എത്തി? കുറച്ചേരായി. ജിൻസ, എടാ വർഗീസ് മാഷ് എൻ്റെ അപ്പനെ പോലെ ആയിരുന്നടാ. നിനക്ക് ഇനി എന്താവശ്യം ഉണ്ടെങ്കിലും ഞാനും എൻ്റെ പാർട്ടിയും ഇനി എന്നും ഉണ്ടാവും, എന്നും. എടാ ഒരു മിനിറ്റ്, ഞാനൊന്ന് അങ്ങോട്ട്. ആ അപ്പൻ കഴിഞ്ഞ ആഴ്ച പഞ്ചായത്തിലൊരു പേപ്പർ കൊടുത്തായിരുന്നു. തന്നായിരുന്നോ? അതെന്തെങ്കിലും? അതൊരാഴ്ച അതിൻ്റെ ഉള്ളിൽ ശരിയാക്കിയാടാ. അപ്പോൾ ശരി. എനിക്ക് നിൻ്റെ കാര്യം ഓർക്കും ഭയങ്കര വേവലാതിയാ. നമ്മുടെ അപ്പം മരിക്കണതിന് മുമ്പ് നിന്നെ ആരെങ്കിലുമൊക്കെ കയ്യിൽ ഏൽപ്പിക്കണമായിരുന്നെങ്കിൽ എനിക്കൊരു മനസ്സമാധാനം ഉണ്ടായിരുന്നു. പിന്നെ ആ ജിൻസൻ, അവനൊരു പൊട്ടണ. അവനവനെ നിന്നെ നോക്കത്തൊന്നുമില്ല. അവനവൻ്റെ ആവശ്യം കഴിയുമ്പോൾ അവൻ്റെ മുട്ടിൽ പൊടി നിന്നിട്ട് അവനങ്ങ് പോവും. പിന്നെ നീ ഈ വീട്ടിൽ ഒറ്റയ്ക്കാ. നീ ഇനി ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ പിന്നെ എൻ്റെ റോയ് ചേട്ടനെ പോലെ ആരെങ്കിലും വേണമായിരുന്നു. അതാവുമ്പോൾ ലൈഫ് സെറ്റാ. എൻ്റെ ചേച്ചി ഇതൊന്ന് കഴിഞ്ഞിട്ട് പോരെ? മതി, ചേച്ചിയുടെ വേവലാതി കൊണ്ട് പറഞ്ഞാന്ന് ഓർത്താൽ മതി. പിന്നെ എടാ ഇന്നെങ്ങാൻ വല്ലതും കഴിയോ? കുറേ നേരമല്ല പിരി തുടങ്ങിയിട്ട്. മച്ചാനെ, ഈ പിരിയങ്ങ് വിട്ടാണ്ടല്ല മൊത്തം ബ്ലാസ്റ്റ് ആവും, എല്ലാവരും ഡെത്താവും. പിന്നെ നേരത്തെ 12 വരും. എൻ്റെ പൊന്നോ,
ഒന്ന് വേഗം ആവാൻ നോക്കടാ. ഇത് കഴിഞ്ഞിട്ട് വേറെ പണിക്കോണ്ടെന്ന്. ഞാനേ എന്നീ പണി തുടങ്ങിയോ അന്ന് തൊട്ട് ഒരാത്മാവിനും വെളിച്ചേക്കണമെന്ന് വിട്ടിട്ടില്ല. ഇവിടത്തെ ഈ സെറ്റപ്പ് കണ്ടിട്ട് എൻ്റെ കയ്യിൽ നിന്ന് അത്യാവശ്യം കാശ് പൊട്ടുമെന്നാണ് തോന്നണേ. എനിക്കൊന്നും തോന്നാഴികയൊന്നുമില്ല. അടക്കഴിഞ്ഞോടെ നമുക്ക് പോവാം. ഉം. അമ്മച്ചി ദേ കിളവൻ ചത്ത്. ഇനിയെങ്കിലും എൻ്റെ അപ്പനെ വെച്ചിട്ട് നമ്മുടെ വീട്ടിലിരിക്കണം. പ്രിൻസേ, ആ കാര്യത്തിനെ പറ്റി നമ്മൾ ഒരുപാട് സംസാരിച്ചതാണ്. അതിലൊരു മാറ്റവും ഇല്ല. അതിവിടെ തന്നെ ഇരിക്കും. ഈ കിളവൻ ചത്ത പോലെ എനിക്കൊരു സമ്മാനം കിട്ടൂല. മാർട്ടിനെ ഈ വർഗീസേട്ടൻ ഉണ്ടായിരുന്നെങ്കിലേ ഇതൊക്കെ അടിപൊളിയാക്കിയത്. അതെങ്ങനെയാടാ വർഗീസേട്ടൻ പോയില്ലേ? എന്റെ ചങ്കാടാ പോയത്. ആ നീ അടിച്ചേ. ഫ്രണ്ട്സ് കുഞ്ഞെ, എൻ്റെ അപ്പനല്ലേ മരിച്ചു കിടക്കണത്. അവിടുത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് നടത്തിക്കൂടെ? ഡോ, എൻ്റെ അമ്മയെ കെട്ടിയവരെല്ലാവരും എൻ്റെ അപ്പനാവൂല. എനിക്കൊരപ്പനേ ഉള്ളൂ, അത് കുര്യാക്കോസാ. താമ്പോടോ. ജിൻസ ഇവിടെ വന്നു. ജിൻസ, നിന്റെ അപ്പച്ചൻ മരിക്കുമ്പോ ജിൻസൻ എവിടെയായിരുന്നു? ഞാൻ നൈറ്റ് ഡ്യൂട്ടിയിലായിരുന്നു. അപ്പൊ ആരുണ്ടായിരുന്നു കൂടെ? ജോമോള് അപ്പൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ആരുടെ കൂടെ ഉണ്ടായിരുന്നു? ജോമോളും അപ്പനും ഉണ്ടായിരുന്നു. നമ്മുടെ ഈ കാലഘട്ടത്തെ കുറിച്ച് ജിൻസോടൊന്നും പറയണ്ടല്ലോ. ഹാർട്ട് അറ്റാക്ക് തന്നെയാണോ? ചില സംശയങ്ങളൊക്കെ ഉണ്ട്. എടാ പണിയൊക്കെ തൂങ്ങിയില്ലേ? പൈസ ഓടിക്കാം. ഒരാൾ റെസ്റ്റും പീസായിട്ട് ഇരിക്കുമ്പോഴാണ് പൈസ ചോദിക്കുന്നത്. നമുക്കിതെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ചോദിക്കാം. ലാസ്റ്റ് മേടിക്കാന്നാ? എടാ എന്തെങ്കിലും കിട്ടണമെങ്കിൽ ഇപ്പം കിട്ടുള്ളൂ. ദേ പുള്ളിയോടെ നിൽപ്പുണ്ട്, പോയി പൈസ മേടിക്കാം. ഞാൻ ചോദിക്കൂല, നീ ചോദിക്കും. കർത്താവുണ്ട് കൂടെ കേട്ടാ. പോടാ. ഞാൻ ഇറങ്ങട്ടെ കേട്ടോ. വാടാ. ചേട്ടാ നമ്മുടെ പരിപാടികളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്പീക്കറിന് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞങ്ങളോട് പൈസ എന്നാ? അതെ, ഞങ്ങൾ ഈ ലോക്കൽ സെറ്റപ്പ് പിടിക്കാറില്ല. ഞങ്ങൾ ഈ ലൈറ്റ് സെറ്റപ്പും ഡിജയും കല്യാണമൊക്കെ പിടിക്കാറുള്ളൂ. അതുകൊണ്ട് അടുത്ത പരിപാടിക്ക് വേണം. പൈസ ഇപ്പം തരുമോ? ഞാൻ പൈസ എടുത്തിട്ട് വരാം. നീ എന്തൊക്കെയാണ് പറഞ്ഞത്? ഞാൻ ചോദിച്ചു കൂടി പോയാ? ഒരു കുഴപ്പമില്ല, നീ വേഗം വാ, പൈസ അടിച്ചിട്ട് പോവാൻ നോക്കാം. എന്താണ് ജനിസാ തപ്പണത്? എന്നല്ലേ റീചാർജ് ചെയ്യാൻ പൈസ. പൈസ ചോദിച്ചാ പോരെ? ഞാൻ എവിടെയെങ്കിലും ചിലപ്പോ പൈസ കാണൂല. ജിൻസിന് എത്രയാണെന്ന് വെച്ചാൽ എടുത്തോ. അല്ല അപ്പടി തന്നെ എടുത്തോ. മോനെടുത്തോ. ചേട്ടായി, എന്താ ചേട്ടായി നടക്കുന്നത്? ചേട്ടായി ഇതൊന്നും കാണുന്നില്ലേ? എനിക്കറിയില്ല ജോമോളെ എന്താ ചെയ്യണ്ടേന്ന്. ചേട്ടായിക്ക് അറിയോ അപ്പൻ്റെ ഏറ്റവും വലിയ വിഷമം എന്തായിരുന്നു എന്ന്? ആ വിഷമം തീരാതെ അപ്പം നമ്മളെ വിട്ടുപോയി. അപ്പം ഉറങ്ങാറായില്ലേ? ഇല്ലടാ, ഇതിങ്ങനെ ചുമരിൽ കാണുമ്പോൾ മനസ്സിനൊരു വിഷമം. അപ്പം എന്തിനാ അതൊക്കെ നോക്കുന്നത്? അപ്പം നോക്കാൻ ഞാനും അവളൊക്കില്ല ഇവിടെ. നിനക്കറിയോ, ജീവിതത്തിൽ ഞാൻ ചെയ്ത ഏക തെറ്റിതാ. അതിൻ്റെ ഫലമാണ്
നമ്മളെല്ലാവരും ഈ അനുഭവിക്കുന്നത്. അപ്പം കിടന്ന് ഉറങ്ങാൻ നോക്കി. എടീ പോടാ. ചേട്ടാ ചേട്ടാ എന്റെ ചക്ക ഉണ്ടായിരുന്നോ? ഏത് ചക്ക? ആ ബൈക്കിന്റെ മേലെ കെട്ടി വെച്ച ചക്ക. ചക്ക സൂപ്പർ ആയിരുന്നട്ടോ. അപ്പുറത്തെ വീട്ടിലെ ചക്ക വെട്ടിയപ്പോ കൊണ്ടുതന്നതാ. ആണോ? വെച്ചോ. ഓ ഓ ഓ ഓ ഓ ശരി. എടാ എന്താടാ നീ ഇവിടെ സീട്ടും വലിച്ചിരിക്കുവാണോ? അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാം. ഇനി ആരാ വന്നേ? നീ എടാ എന്ത് പറ്റി? ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ നിനക്കറിയാലോ, നീ മാത്രമേ ഉള്ളൂ. എടാ നിന്റെ അപ്പനോ പോയി. ജോമോടെ കാര്യം നോക്കാൻ ഇനി ആരാ ഉള്ളത്? അവളെ കെട്ടിച്ചൊക്കെ ഇടണ്ടേ? നീ ഇനി ഇങ്ങനെ നിന്ന് കഴിഞ്ഞോണ്ടല്ലോ നിന്റെ വീടും വസ്തു എല്ലാം മറ്റൊരു ഉണ്ട്. ഇച്ചിരൂടൊക്കെ ഒന്ന് ഉത്തരവാദിത്തപ്പെടണം. നീ വാ. നിന്റെ അപ്പനായിട്ട് ഉണ്ടാക്കി ഒന്ന് നീ കയ്യിൽ നിന്ന് കളയല്ലേ. നീ വന്നേ. അത് കളയടാ, വാ. കർത്താവേയാഴത്തിൽ നിന്നുമിപ്പോൾ ആർദ്രമായി കേഴുന്നു പാപിയാം ഞാൻ. കർത്താവേ എൻ ശബ്ദം കേൾക്കണമേ. കൈക്കൊള്ളണേ. കർത്താവേ എൻ ശബ്ദം കേൾക്കണമേ. അൻപോടൻ പ്രാർത്ഥന കൈക്കൊള്ളണേ. കർത്താവേ എൻ ശബ്ദം കേൾക്കേ. അൻപോടൻ പ്രാർത്ഥന കൈക്കൊള്ളണേ. ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനമൊക്കെ എന്തായിരിക്കും? അത് പിന്നെ നിയമപ്രകാരം മൂത്ത മക്കൾക്കല്ലേ അവകാശം അല്ലേ ഏട്ടാ? അവനല്ലാതെ പിന്നെ ആര് നോക്കാൻ? ഡോ ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാ. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. അതെന്ത് വർത്താനം ആൻസി പറയണ? നിയമപ്രകാരം ആദ്യത്തെ ഭാര്യയുടെ മക്കൾക്കല്ലേ വീടും പറമ്പിന് അവകാശം? അപ്പനും മക്കൾ ഇത്രയും നാളും കഞ്ഞി കുടിച്ച് ജീവിച്ചതേ എന്റെ ഔദാര്യത്തിലാ. അപ്പോഴേ ഇനി അവകാശത്തിന്റെ കണക്ക്. പെണ്ണുമ്പിള്ളേ, ഔദാര്യത്തിന് കണക്കൊന്നും നിങ്ങൾ അധികം പറയല്ലേ. ചെലവിന് തന്നൊന്നും പറഞ്ഞേ ഈ അപ്പനപ്പന്മാരുണ്ടാക്കി സ്വന്തം നിങ്ങളുടെ പേർക്ക് എഴുതരാനൊന്നും പറ്റത്തൊന്നുമില്ല. ഇനി ഇവിടുത്തെ കാര്യം പള്ളിയും പട്ടക്കാരും അങ്ങ് തീരുമാനിച്ചോളൂ. ജിൻസി ഒന്ന് അടങ്ങ് ജിൻസി. നിങ്ങളൊന്നും ഉണ്ടായിരിക്കും മനുഷ്യ. ഈ അവസരത്തിൽ ഒന്നും പറഞ്ഞേ വലിഞ്ഞേറി വന്നവരൊക്കെ നമ്മുടെ തലേ കയറുന്ന ഇറങ്ങും. എന്താടാ നീ എന്താണ് ഇവിടെ കിടന്ന് കുറക്കണേ? ഇറങ്ങി പോടാ. നിന്റെയൊക്കെ അപ്പം ജീവിച്ചിരുന്നപ്പോ ഇതൊന്നും നടന്നിട്ടില്ല. പിന്നല്ലേ പള്ളിയും പട്ടക്കാരും. അതെ, പള്ളിയും പട്ടക്കാരും അങ്ങ് പള്ളിയിലെ കാര്യം നോക്കിയാൽ മതി. ഇവിടുത്തെ കാര്യം ഞാൻ തീരുമാനിച്ചോളാം. പിന്നെ നിന്റെ കാര്യങ്ങൾ അറിയണമെങ്കിലേ ദേ ഇവളോട് ചോദിച്ചാൽ മതി. കെട്ടും കെട്ടി കെട്ടിയനും കെട്ടിപ്പിടിച്ച് പോയതല്ലേ ഇവിടുന്ന്. കേറി വരുന്ന ഇപ്പോഴല്ലേ. അപ്പന്റെ കുണവധ്യാനം നിനക്കൊണ്ട് പറയിപ്പിക്കണ്ട. അപ്പനെ കാണാനെന്നും പറഞ്ഞ് എല്ലാരും വരാറുണ്ടല്ലോ ഇവിടെ. ഇവിടെ പലരും കേറി വരുന്നുണ്ട്. അപ്പനെ കാണാനാണോ മോളെ കാണാനാണോ എന്ന് ആരറിഞ്ഞു?
മോളിത് ജിൻസനെ ഏൽപ്പിക്കണം. എല്ലാം അവൻ നോക്കിക്കോളും.